കോഴിക്കോട് പന്തരാങ്കാവിൽ പോലീസ് ചമഞ്ഞ് 35 ലക്ഷം തട്ടിയ സംഘം പിടിയിൽ. കടലുണ്ടി സ്വദേശികളായ വസീം, ഷംസുദ്ദീൻ, കുറ്റിക്കാട്ടൂർ സ്വദേശി മുഹമ്മദ് റാഫി എന്നിവരാണ് പിടിയിലായത്. അഭിനാപി ചിറക്കൽ കോഴിക്കോട് നിന്നും അല്പസമയത്തിനകം വിശദാംശങ്ങളുമായി ചേരും. പോലീസ് ചമഞ്ഞ് 35 ലക്ഷം തട്ടിയ സംഘമാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. കടലുണ്ടി സ്വദേശികളായ വസീം, ഷംസുദ്ദീൻ, കുറ്റിക്കാട്ടൂർ സ്വദേശി മുഹമ്മദ് റാഫി എന്നിവരാണ് പിടിയിലായിരിക്കുന്നത്. അഭിനാപി ചിറക്കൽ ചേരുന്ന വിവരങ്ങളുമായി. അഭിന, പറയൂ. കാളിദാസ്, 2024 ഉണ്ടായ ഒരു കേസാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത്. യഥാർത്ഥ പോലീസ് എന്ന് ചമഞ്ഞ് വ്യാജ പോലീസുകാരായിട്ടുള്ള കള്ളന്മാരെയാണ് ഇപ്പോൾ പോലീസ് പിടികൂടിയിരിക്കുന്നത്. പന്തീരങ്കാവ് പോലീസാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കടലുണ്ടി സ്വദേശികളായ വസീം, ഷംസുദ്ദീൻ, കുറ്റിക്കാട്ടൂർ സ്വദേശി മുഹമ്മദ് റാഫി എന്നിവരെയാണ് പന്തീരങ്കാവ് പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത് ഹൈലൈറ്റ് മാളിൽ വെച്ചിട്ടാണ്. കോഴിക്കോട് അടുത്തുള്ള ഹൈലൈറ്റ് മാളിൽ വെച്ചിട്ടാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. ഇതിലെ കടലുണ്ടി സ്വദേശിയായ വസീമിന്റെ മറ്റൊരു സുഹൃത്തിനെ ഒരു ബിസിനസ് തുടങ്ങുന്നുണ്ടെന്നും ആ ബിസിനസ്സിലേക്ക് പണം നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ഇരട്ടി തുക വാങ്ങിക്കാം എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ 35 ലക്ഷം രൂപ ഈ സുഹൃത്തിൽ നിന്നും കൈപ്പറ്റുന്നത്. പക്ഷേ ഈ കൈപ്പറ്റുന്നത് ഹൈലൈറ്റ് മാളിൽ വെച്ചിട്ടാണ്. ഈ ഹൈലൈറ്റ് മാളിൽ നിന്നും വാങ്ങുന്നതിനിടെയാണ് മറ്റ് 2 സുഹൃത്തുക്കൾ പോലീസാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടേക്ക് എത്തുകയും താങ്കളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു, ഇത്തരത്തിൽ പണമിടപാട് നടത്തുന്നതിനെതിരെയാണ് ഈ ഒരു അറസ്റ്റ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ അറിയിച്ചുകൊണ്ടാണ് ഹൈലൈറ്റ് മാളിൽ വെച്ച് മറ്റ് 2 പേര് ഈ സുഹൃത്തിനെ കബളിപ്പിച്ചുകൊണ്ട് ഈ പണവും അതോടൊപ്പം തന്നെ ഇയാളെ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഹൈലൈറ്റ് മാളിൽ നിന്നും കൊണ്ടുപോകുന്നത്. പിന്നീട് ഇയാളെ മറ്റൊരു സ്ഥലത്ത് ഇറക്കി വിടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. തുടർന്ന് ഈ ഒരു കേസ് അന്വേഷണം നടന്നു വരികയായിരുന്നു. ഇതിനിടെയാണ് പ്രതികൾ കഴിഞ്ഞ ദിവസം പിടിയിലാകുന്നത്. ഈ പ്രതികൾ ഒളിവിൽ താമസിച്ചു വരികയായിരുന്നു. എവിടെയാണ് ഒളിവിൽ എന്നുള്ളതിനെ കുറിച്ചൊരു വ്യക്തതയില്ല. പോലീസ് ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ ഇതുവരെയായിട്ടും കൈമാറുന്നില്ല. പക്ഷേ ഇക്കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷിച്ചു വരികയാണ്. അതോടൊപ്പം തന്നെ പ്രതികളുടെ മൊഴി രേഖപ്പെടുത്തുന്നതേ ഉള്ളൂ. ഇന്നെന്തായാലും കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷം പ്രതികളെ റിമാൻഡ് ചെയ്യും. കാളിദാസ്. ശരി, അഭിനാപി ചിറക്കലാണ് വിവരങ്ങൾ.